Master Key Academyയുടെ പുതിയൊരു ഓൺലൈൻ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. Today we are going to discuss about the topic microbiology of sewage and industrial effluents. Okay? So before going to that, we must know about what is sewage. So sewage or wastewater is polluted water. എന്താണ് sewage? Sewage അല്ലെങ്കിൽ waste water എന്ന് പറയുന്നത് എന്താണ്? പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സീവേജ് എന്ന് വിളിക്കുന്നത്. സോ പൊല്യൂട്ടഡ് വാട്ടർ ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദാറ്റ് കണ്ടെയ്ൻസ് ഹാംഫുൾ ലിക്വിഡ്, സോളിഡ് ഓർ ഗേഷ്യസ് കോമ്പൗണ്ട്സ്. അതിനകത്ത് എന്തൊക്കെ കാണാം? ഹാംഫുൾ ആയിട്ടുള്ള ലിക്വിഡ്സ് കാണാം, സോളിഡ്സ് കാണാം, ഗേഷ്യസ് കോമ്പൗണ്ട്സ് കാണാം. അത് ഹാംഫുൾ ആണ്. ദാറ്റ് മീൻസ് ദേ മേ ലീഡ് ടു ദ കണ്ടാമിനേഷൻ ഓഫ് സർഫസ് ഓർ അണ്ടർഗ്രൗണ്ട് വാട്ടേഴ്സ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഹാംഫുൾ ആയിട്ടുള്ള ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡ് അല്ലെങ്കിൽ ഗേഷ്യസ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്? നമ്മുടെ പബ്ലിക് അല്ലെങ്കിൽ നമ്മുടെ സർഫസ് അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിനെ കണ്ടാമിനേറ്റഡ് ആക്കുന്നതാണ്. കണ്ടാമിനേഷൻ ആക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതിനെ പൊല്യൂട്ടഡ് ആക്കുക. അപ്പോൾ ഈ ഒരു പൊല്യൂഷൻ കാരണം അത് എന്തിലേക്കായിരിക്കും ലീഡ് ചെയ്യുന്നത്? പബ്ലിക് ഹെൽത്ത് പ്രോബ്ലംസിലേക്ക് ലീഡ് ചെയ്യാം. അതേപോലെ തന്നെ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ കാരണം അത് എന്തിലേക്ക് ലീഡ് ചെയ്യാം? പലവിധമായ ഡിസാസ്റ്റേഴ്സിലൊക്കെ ആയിരിക്കും അത് ലീഡ് ചെയ്യുന്നത്. അപ്പം നോർമലി നമുക്ക് സീവേജിനെ എങ്ങനെ വിളിക്കാം? ഇറ്റ്സ് എ മിക്സർ ഓഫ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റേഴ്സ് പ്ലസ് ഡ്രെയിനേജ് വാട്ടർ ഫ്രം റെയിൻഫോൾ. സോ പൊല്യൂട്ടഡ് വാട്ടർ ആണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെയുള്ളതാവാം? ഇറ്റ്സ് എ മിക്സർ ഓഫ് ഡൊമസ്റ്റിക് ആയിരിക്കാം, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വേസ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കാം. ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റേഴ്സ് പ്ലസ് ആരോടുണ്ട്? ഡ്രെയിനേജ് വാട്ടർ ഫ്രം ദ റെയിൻഫോൾ. അതായത് റെയിൻഫോളിൻ്റെ ഫലമായിട്ട് വരുന്ന ഡ്രെയിനേജ് വാട്ടർ സിസ്റ്റത്തിൽ നിന്നുള്ള വേസ്റ്റസിൽ നിന്നും കൂടെ ചേർന്നാണ് എന്താണെന്ന് വിളിക്കുന്നത്? സീവേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഡൊമസ്റ്റിക് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഉണ്ട്, ഡ്രെയിനേജ് വാട്ടർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാണാം? ഇറ്റ് കണ്ടെയ്ൻസ് ഹ്യൂമൻ ആൻഡ് ആനിമൽ സെക്രീറ്റ, അതേപോലെ തന്നെ ഹൗസ് ഹോൾഡ് വേസ്റ്റസ് കാണാം, അതേപോലെ തന്നെ ഹൗസ് ഹോൾഡ് വാഷിംഗ് വാട്ടേഴ്സ് കാണാം, അതേപോലെ തന്നെ ഹോസ്പിറ്റൽ ആൻഡ് സയൻറ്റിഫിക് റിസർച്ച് ലബോറട്ടറി വേസ്റ്റസ് കാണാം, അതേപോലെ തന്നെ പെട്രോളിയം വേസ്റ്റസ് കാണാം, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വേസ്റ്റസ്, അഗ്രികൾച്ചർ വേസ്റ്റസ്, അതേപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞു ഹ്യൂമൻ ആൻഡ് ആനിമൽ എക്സ്ക്രീറ്റാസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതേപോലെ നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആർ ഓൾസോ പ്രസൻറ്റ് ഇൻ ദ സീവേജ്. ഓക്കെ, അപ്പോൾ സീവേജ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നോർമലി ഓർക്കുക, ഇറ്റ്സ് എ പൊല്യൂട്ടഡ് വാട്ടർ. അതായത് വേസ്റ്റ് വാട്ടറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സീവേജ് എന്ന് പറയുന്നത്. അതായത് സിറ്റീസിൽ നിന്നും ടൗൺസിൽ നിന്നും ഒക്കെ വരുന്ന വേസ്റ്റ് വാട്ടേഴ്സ് എല്ലാത്തിനെയും നമ്മൾ എന്തെന്ന് വിളിക്കാം? സീവേജ് എന്ന് നമുക്ക് വിളിക്കാം. സോ ഈ സീവേജിനെ നമുക്ക് മെയിനായിട്ട് 4 ഗ്രൂപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ബേസ്ഡ് ഓൺ ദ ഒറിജിൻ, ഹാംഫുൾനെസ്, കണ്ടാമിനേഷൻ സ്റ്റെബിലിറ്റി ആൻഡ് ഹ്യൂമൻ ആക്ടിവിറ്റി. അപ്പോൾ ഈ സീവേജ് എന്ന് പറഞ്ഞൊരു സംഭവത്തെ നമുക്ക് 4 ഗ്രൂപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതായത് ഓരോന്നിൻ്റെയും ബേസിസിൽ. ഇപ്പോൾ ഒറിജിൻ്റെ ബേസിലാണെങ്കിൽ സീവേജിനെ നമുക്ക് ഡൊമസ്റ്റിക് സീവേജ് എന്നും ഇൻഡസ്ട്രിയൽ സീവേജ് എന്നും വിളിക്കാം. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദ ഒറിജിൻ, എവിടെ നിന്നാണോ അത് ഉത്ഭവിക്കുന്നത് അതിനെ ബേസ് ചെയ്ത് ഡൊമസ്റ്റിക് സീവേജ് എന്ന് നമുക്ക് പറയാം, ഇൻഡസ്ട്രിയൽ സീവേജ് എന്ന് നമുക്ക് പറയാം. ഇനി ബേസ്ഡ് ഓൺ ദ ഹാംഫുൾനെസ്, അതായത് എത്രത്തോളം അത് ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാക്കുന്നു, അതിൻ്റെ ബേസിൽ എന്താണ്? ഡയറക്ട്ലി ഹാംഫുൾ ആയിട്ടുള്ളതുകൊണ്ട് ഇൻഡയറക്ട്ലി ഹാംഫുൾ ആയിട്ടുള്ളതുകൊണ്ട്. ഓക്കെ, ഇനിയുള്ളത് എന്താണ്? ഹ്യൂമൻ മെയ്ഡ് സിസ്റ്റം. ദാറ്റ് മേ ബി ഫ്രം ആൻ അർബൻ ഏരിയ ആവാം, അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് സോഴ്സിൽ നിന്നുള്ളതാവാം. അപ്പോൾ അർബൻ ആൻഡ് ഡൊമസ്റ്റിക് സോഴ്സസ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. അതേപോലെ റൂറൽ സോഴ്സിൽ നിന്നുള്ളതാവാം, അതേപോലെ ഇൻഡസ്ട്രിയൽ സോഴ്സിൽ നിന്നുള്ളതാവാം, അതേപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് സോഴ്സസിൽ നിന്നുള്ള സീവേജും ഉണ്ട്. സോ അപ്പോൾ ഈ സീവേജ് ഞാൻ പറഞ്ഞു, ഡൊമസ്റ്റിക് സോഴ്സസ്, ഇൻഡസ്ട്രിയൽ, റൂറൽ അല്ലെങ്കിൽ അർബൻ ഏരിയാസ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ആകുന്ന എന്തിനകത്ത്? സീവേജിനകത്ത്. അപ്പോൾ സീവേജ് കൺസിസ്റ്റ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 99% വാട്ടർ ആൻഡ് 1% ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് മെറ്റീരിയൽസ്. അപ്പോൾ സീവേജിൻ്റെ കോമ്പോസിഷനെ നമുക്കൊരു അപ്രോക്സിമേറ്റ് വാല്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ അല്ലേ, പൊല്യൂട്ടഡ് വാട്ടർ അല്ലേ, അപ്പോൾ ഒരു 99%ഉം എന്ത് തന്നെയാണ് അവിടെ? വാട്ടർ തന്നെയാണ്. ബാക്കി ഒരു 1% ആണ് എന്തിനകത്ത് വരുന്നത്? ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് പൊല്യൂട്ടൻസ് അവിടെ അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഓർഗാനിക് ആൻഡ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് മേ ബി സോലിബിൾ ആവാം, അല്ലെങ്കിൽ സസ്പെൻഡഡ് ഫോമിലായിരിക്കാം അത് കാണുന്നത്. അപ്പോൾ സോലിബിൾ എന്ന് പറയുമ്പോൾ മേ ബി ഷുഗേഴ്സ്, അല്ലെങ്കിൽ അമിനോ ആസിഡ്സ് പോലുള്ളത്, അല്ലെങ്കിൽ ഫാറ്റി ആസിഡ്സ് പോലുള്ളത്, അല്ലെങ്കിൽ ആൽക്കഹോൾസ് ആൻഡ് ഇനോർഗാനിക് അയോൺസ് പോലുള്ളത്, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് എന്തിനകത്ത്? സോലിബിൾ ഫോമിനകത്ത്. ഇനി സസ്പെൻഡഡ് ഫോം പറയുമ്പോഴോ സെല്ലോസ് കണ്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ലിഗ്നോ സെല്ലോസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രോട്ടീൻസ്, ഫാറ്റ്സ്, അല്ലെങ്കിൽ സെവറൽ പർട്ടിക്കുലേറ്റ് ഇനോർഗാനിക് മാറ്റേഴ്സ് കണ്ടെയ്നിങ് ആയിട്ടുള്ള എല്ലാം എന്തിനകത്ത് വരും? സസ്പെൻഡഡ് ഫോമിനകത്ത് വരും. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, സീവേജ് എന്ന് പറയുമ്പം വാട്ടർ പ്ലസ് ഓർഗാനിക്
പ്ലസ് ഇൻഓർഗാനിക് കണ്ടന്റ് കൂടെ ചേർന്നാണ് എന്തെന്ന് പറയുന്നത് സീവേജ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സീവേജിനെ, അതായത് ഞാൻ പറഞ്ഞു അതിനകത്ത് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് മെറ്റീരിയൽസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. സോ അതിൻ്റെ എമൗണ്ട്, ടോട്ടൽ സോളിഡ്സിൻ്റെ എമൗണ്ടിൻ്റെ ബേസിസിൽ സീവേജിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹൈ സ്ട്രെങ്ത് സീവേജ് ഉണ്ട്, മീഡിയം സ്ട്രെങ്ത് സീവേജ് ഉണ്ട്, വീക്ക് സ്ട്രെങ്ത് സീവേജ് ഉണ്ട്. ഏതൊക്കെയാണ്? ഹൈ സ്ട്രെങ്ത്, മീഡിയം സ്ട്രെങ്ത്, വീക്ക് സ്ട്രെങ്ത്. ഓക്കെ, അപ്പം ഈ ഒരു സീവേജിൻ്റെ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് മെയിൻലി ഞാൻ പറഞ്ഞു ഇറ്റ് മേ ബി ഡിപ്പെൻഡ് അപ്പോൺ ദ സോഴ്സസ്. അതായത് ഏത് സോഴ്സിൽ നിന്നാണോ അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിരിക്കും ഈ സീവേജിൻ്റെ ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സീവേജിൻ്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത് തന്നെ ഞാൻ പറഞ്ഞു ബേസ്ഡ് ഓൺ ദ ഒറിജിൻ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പെർ ക്യാപിറ്റ കൺസപ്ഷൻ ബേസ് ചെയ്ത് ഏത് സീസണിലാണോ ഇത് കാണപ്പെടുന്നത്, അതേപോലെ തന്നെ പ്ലേസസിനെ ബേസ് ചെയ്ത്. ഓക്കെ, റെയിനി സീസണും ടെമ്പറേച്ചർ അല്ലാതുള്ള ഇപ്പം എടുക്കുകയാണെങ്കിൽ റെയിനി സീസൺ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇത് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഫ്ലഡ് റീജിയൻ അല്ലെങ്കിൽ ഒരുപാട് ആ ഒരു സിസ്റ്റത്തിലേക്ക് വെള്ളം ഒഴുകി വന്നെത്താനുള്ള ചാൻസ്, ഡ്രെയിനേജ് വാട്ടർ എത്താനുള്ള ചാൻസ് ഒരുപാട് കൂടുതലായിരിക്കും. ചില ഇപ്പം വേനൽക്കാലമൊക്കെ ആണെങ്കിൽ എന്താണ് ഒരുപാട് ടെമ്പറേച്ചർ കൂടുതലായത് കാരണം അവിടെ വെള്ളത്തിൻ്റെ അളവ് കുറയാനായിട്ടും കാരണമുണ്ട്. അപ്പം പല രീതി അനുസരിച്ച് അതാണ് പറഞ്ഞത് സീസൺ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഓരോ പ്ലേസസ്, ചിലത് സിറ്റീസ് ആയിരിക്കാം, ചിലത് ടൗൺസ് ആയിരിക്കാം അല്ലേ. അപ്പം ചിലത് ഞാൻ പറഞ്ഞു അർബൻ ആൻഡ് റൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിട്ടുണ്ടല്ലോ. അതായത് റൂറൽ ആൻഡ് അർബൻ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സീവേജസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കാരണം ആ രണ്ട് ഏരിയയിൽ നിന്നുള്ള പൊല്യൂട്ടൻസ്, അതായത് കണ്ടാമിനൻസിനും എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സീവേജിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം, ബേസ്ഡ് ഓൺ ദ സോഴ്സ് ആയിരിക്കാം, അതേപോലെ തന്നെ പെർ ക്യാപിറ്റ കൺസപ്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കാം, ബേസ്ഡ് ഓൺ ദ സീസൺ ആയിരിക്കാം, അതേപോലെ തന്നെ പ്ലേസസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ഒരു ഇങ്ങനെ ക്യാരക്ടേഴ്സ് ബേസ് ചെയ്തിട്ടാണ് അതിനെ സീവേജിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. സോ എന്നിരുന്നാലും ഈ ഒരു സീവേജിനകത്ത് മസ്റ്റായിട്ട് ഓർത്തിരിക്കേണ്ടത് എന്താണ്, ഇറ്റ് കണ്ടെയ്ൻസ് സം ടൈപ്സ് ഓഫ് കണ്ടാമിനൻസ് ദാറ്റ് വിൽ ബി ഹാംഫുൾ ഫോർ അസ് അല്ലേ. അപ്പം നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള ചില കണ്ടാമിനൻസ് അടങ്ങിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് സീവേജ് എന്ന് പറയുന്നത്. സോ ഈ സീവേജിനെ നമുക്ക് ഡയറക്റ്റ്ലി എന്തിലേക്ക് പോകാൻ പറ്റത്തില്ല, ഒഴുക്കി വിടാൻ പറ്റില്ല, ഒരു നാച്ചുറൽ സോഴ്സിലേക്ക് നമുക്ക് ഒഴുക്കി വിടാനായിട്ട് പറ്റില്ല. കാരണം ഇറ്റ് കണ്ടെയ്ൻസ് കണ്ടാമിനൻസ്. ഇത് നാച്ചുറൽ റിസോഴ്സസിലേക്ക് പോകുമ്പോഴത്തേന് ദാറ്റ് വിൽ ബി ഓൾസോ കണ്ടാമിനേറ്റ് ദ നാച്ചുറൽ വൺ ഓൾസോ. അപ്പം നാച്ചുറൽ വൺസിനെ കണ്ടാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കും വീണ്ടും ഹാംഫുൾ ആയിട്ട് മാറത്തേ ഉള്ളൂ. സോ ബിഫോർ അതിനെ നമ്മൾ നാച്ചുറലിലേക്ക് വിടുന്നതിന് മുമ്പ് ഇറ്റ് മസ്റ്റ് ബി ട്രീറ്റഡ് അല്ലേ. അപ്പം വേസ്റ്റ് വാട്ടറിനെ നമ്മൾ മസ്റ്റായിട്ടും ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എങ്ങോട്ടേക്ക് നമ്മൾ ഒഴുക്കി വിടാനായിട്ട് പാടുള്ളൂ, റിവേഴ്സിലേക്കോ അങ്ങനെയുള്ള നാച്ചുറൽ റിസോഴ്സിലേക്ക് അല്ലെങ്കിൽ പോൺസിലേക്കോ ഒക്കെ നമ്മൾ ഒഴുക്കി വിടാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അത് ആർക്ക് ഹാംഫുൾ ആയിട്ട് മാറും, എൻവയോൺമെൻറ്റിനും അതേപോലെ തന്നെ പബ്ലിക് ഹെൽത്തിനും ഹാംഫുൾ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ തിങ് എന്ന് പറയുന്നത്. അപ്പോൾ സീവേജ് എന്താണ് മനസ്സിലായി കാണുമല്ലോ. ഇനി നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞിരുന്നു സീവേജിൻ്റെ 99% വാട്ടറാന്ന് പറഞ്ഞു, 1% എന്താണ് സോളിഡ് കണ്ടൻസ് ആണ് പറഞ്ഞു അല്ലേ. അപ്പോൾ 1% നമുക്ക് ഡിവൈഡ് ചെയ്യുന്നതിൽ എൻ്റെ 70% ഓർഗാനിക് കണ്ടൻസ് ആയിരിക്കും, 30% ഇൻഓർഗാനിക് കണ്ടൻറ് ആയിരിക്കും. ജസ്റ്റ് നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി കോമൺ ആയിട്ട്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുമ്പോൾ നമ്മുടെ സെവറേജിൻ്റെ, അതായത് സീവേജിനെ നമുക്ക് സെവറേജ് എന്നും പറയാം. ഈ സെവറേജ് ക്യാരക്ടറിസ്റ്റിക്സിനെ നമുക്ക് മെയിൻലി 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ട എന്താണ്, സീവേജ് എന്താണെന്ന് മനസ്സിലായി. ഈ സീവേജിന് മെയിനായിട്ട് 3 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ 3 എന്നുള്ളതിൽ ഏതൊക്കെയാണത്, ഒന്ന് ഫിസിക്കൽ ക്യാരക്ടർ ഉണ്ട്, ഒന്ന് കെമിക്കൽ ക്യാരക്ടർ ഉണ്ട്, ഒന്ന് മൈക്രോബിയൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ക്യാരക്ടർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ സീവേജ് കണ്ടെയ്ൻ മെയിൻലി 3 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. വാട്ട് ആർ ദേ? ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് മൈക്രോബിയൽ ക്യാരക്ടേഴ്സ്. ഓക്കെ, അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഫിസിക്കൽ ക്യാരക്ടറാണ്. അപ്പം നമുക്കറിയാം ഫിസിക്കൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വരാം, ടെമ്പറേച്ചർ വരാം, അതിൻ്റെ കളർ വരാം, അതിൻ്റെ ഓർഡർ വരാം. അതൊക്കെ എന്തിനകത്ത് വരുന്നതാണ്, ഫിസിക്കൽ ക്യാരക്ടേഴ്സിനകത്ത് വരുന്നതാണ്. അതിൽ ഫിസിക്കൽ ക്യാരക്ടേഴ്സിൽ ഫസ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ ഓഫ് എ സീവേജ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണയുള്ള വാട്ടറിനേക്കാളും കുറച്ചുകൂടെ ഉയർന്നു നിൽക്കുന്ന ടെമ്പറേച്ചർ ആയിരിക്കും ആർക്കുള്ളത്, നോർമൽ സീവേജിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, so the normal temperature of sewage is slightly higher than that of the normal water, അല്ലെങ്കിൽ normal water temperature, and the temperature above normal indicate the inclusion of hot industrial waste waters in sewage. അതായത്
ഈ ഒരു നോർമൽ ടെമ്പറേച്ചറിനേക്കാളും സീവേജിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസിൻ്റെ സാന്നിധ്യം അവിടെ ഒരുപാട് കൂടുതലായിരിക്കും. അതായത് ഹോട്ട് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ, നമുക്കറിയാം ഇൻഡസ്ട്രീസ് എന്നുള്ള വെള്ളം ഡയറക്റ്റ്ലി ആണ് എന്തിലേക്ക് പോകുന്നത്, ഒഴുകി വരുന്നത് അല്ലേ? ആ ഒരു പ്രോസസ്സിന് കഴിഞ്ഞ് ശരിക്കും എന്താണ് ഹീറ്റിനെ റിമൂവ് ചെയ്തിട്ടായിരിക്കും അവിടെ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് ഫ്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രെയിൻ ചെയ്യുന്ന വെള്ളത്തിന് നല്ല രീതിയിൽ ചൂടുള്ള വെള്ളമായിരിക്കും വെളിയിലേക്ക് കടത്തിവിടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സീവേജിൻ്റെ അളവ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടേഴ്സിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നോർമലി ഹൈ ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. ഇനി കളറിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്രഷ് സീവേജ് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന് നോർമലി ലൈറ്റ് ഗ്രീൻ കളറാണ് ഫ്രഷ് സീവേജ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി ഓൾഡ് സീവേജ് ആകുമ്പോൾ നമുക്കറിയാം അതിന് കാലക്രമേണ പഴക്കം ചെല്ലുന്നതനുസരിച്ച് എന്താവും, അത് ഡാർക്ക് ഗ്രീൻ കളറിലേക്ക് മാറും അല്ലേ? അപ്പോൾ നമുക്കറിയാം കണ്ടാമിനേറ്റഡ് വാട്ടർ ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം ബ്ലാക്ക് വാട്ടേഴ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് നല്ല ബ്ലാക്ക് കളറിലായിരിക്കും ചില കേസിലൊക്കെ കാണുന്നത്. ഇനി അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് അബൌട്ട് 20 degrees Celsius the sewage will be changed from fresh to old in 2 to 6 hours. ഏകദേശം 2 to 6 hours ഒക്കെ എടുത്തെങ്കിൽ ഏകദേശം ഒരു 20 degrees Celsius ലെബോയുള്ള ടെമ്പറേച്ചർ ആണെങ്കിൽ ഈ ഫ്രഷ് വാട്ടർ സീവേജ് ഏത് കളറിലേക്ക് മാറും? ഓൾഡ് ആയിട്ട് മാറും. അതായത് അതിൻ്റെ കളറ് മാറും. ഫ്രഷ് വാട്ടർ ബിക്കം ഓൾഡ് വൺ ആയിട്ട് മാറും. കാരണം ആ ഒരു ടൈം പീരീഡിൽ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദാറ്റ് കണ്ടാമിനൻറ്റ് ദാറ്റ് ബിക്കം ഓൾഡ് വൺ. ഓക്കെ, അപ്പോൾ ആ ഫ്രഷ് വാട്ടർ സീവേജ് എന്തിലേക്ക് മാറും? ഓൾഡായിട്ട് മാറും. ദാറ്റ്സ് അബൌട്ട് ദ കളർ. പിന്നുള്ളത് ഓർഡറാണ്. ഓർഡർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഫ്രഷ് ഡൊമസ്റ്റിക് സീവേജ് എന്ന് പറയുമ്പോൾ ഒരു സ്ലൈറ്റ്ലി സോപ്പി അല്ലെങ്കിൽ ഓയിൽ ഓർഡറാണുള്ളത്. പക്ഷേ സ്റ്റേൽ സീവേജ് എന്ന് പറയുമ്പോൾ അതിന് പ്രൊനൗൺസ് ഔട്ട് ഓഫ് ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ പോലത്തെ പഞ്ചൻ്റായിട്ടുള്ള സ്മെല്ലായിരിക്കും എന്തിന് വരുന്നത്? ഓർഡർ. അത് തന്നെ ഓരോ ഡൊമസ്റ്റിക് വേസസ് അല്ലെങ്കിൽ ഓരോ സോഴ്സസിനനുസരിച്ച് അതിൻ്റെ ഓർഡറിലും ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, പിന്നുള്ളത് സോളിഡ്സ് ആണ്. സീവേജ് പറയുമ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത് സോളിഡ്സ് എന്ന് പറയുന്നത്. The solids in sewage may be suspended or in solution. Okay, but total solids ne kurichu nammal parnirunnu, and the total solids may be in the suspended form or in a dissolved form il aayirikam kannum. Adu orthirikenda oru karyamana. Appo suspended solids are the dissolved solids are the, okay, and the solids are the measure of the strength of sewage. അതായത് ഒരു സീവേജ് എത്രത്തോളം ഹൈലി പൊല്യൂട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു സീവേജിനെ നമുക്ക് എത്രത്തോളം മെഷർ ചെയ്യാം എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഈ സോളിഡ്സിൻ്റെ പ്രസൻസിനെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് സോളിഡ്സ്. സോ അത് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഫിസിക്കൽ ഫാക്ടേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത് സോളിഡ്സ് എന്ന് പറയുന്നത്. സോ പ്രസൻസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നതാണ് എന്ത്? ഇറ്റ്സ് എ മെഷർ ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് സീവേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് സീവേജിനെ കുറിച്ചാണ്. സീവേജിൻ്റെ മെയിൻ ആയിട്ടുള്ള 3 ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ വണ്ണിനെ കുറിച്ച് പറഞ്ഞു. അതിലെ ഫിസിക്കലിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ടെമ്പറേച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? നോർമൽ വാട്ടറിനേക്കാളും എബോവ് ആയിരിക്കും അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ്, ഹോട്ട് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് വരുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഉയർന്ന രീതിയിൽ കാണുമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ എന്താണ്? കളറിൻ്റെ കാര്യം പറഞ്ഞു. ഫ്രഷ് ആകുമ്പം സ്ലൈറ്റ്ലി ഗ്രീൻ കളറായിരിക്കും. അത് ഓൾഡ് സീവേജ് ആകുമ്പോഴത്തേന് എന്തായിട്ട് മാറും? ഡാർക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് വാട്ടർ കളറിലേക്ക് അത് ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞു ഇല്ലേ? പിന്നുള്ളത് എന്താണ്? അതിൻ്റെ ഓർഡറിൻ്റെ കാര്യം പറഞ്ഞു. എന്താ ഫ്രഷ് ഡൊമസ്റ്റിക് സീവേജ് എന്ന് പറയുമ്പോൾ ഓയിലി അല്ലെങ്കിൽ സോപ്പി. ഓർഡർ 2 എന്താണ്? ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ ഓർഡർ വരെ ആവാവുന്ന രീതിയിലുള്ള സീവേജസ് ഉണ്ട്. അതേപോലെ തന്നെ സോളിഡ്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ സോളിഡ്സ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് വൺ എന്ന് പറയുന്നത്. സീവേജിൻ്റെ സ്ട്രെങ്തിനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത് സോളിഡ്സ്. സോ ടോട്ടൽ സോളിഡ്സ് ക്യാൻ ബി ഡിവൈഡ് ടു 2. ഏതൊക്കെയാണ്? സസ്പെൻഡഡ് സോളിഡ്സ് അത്, അതുപോലെ തന്നെ എന്താണ്? ഡിസോൾഡ് സോളിഡ്സ് ആണ്. അതായത് സസ്പെൻഡഡ് സോളിഡ്സും കാണും ഇൻ സൊല്യൂഷൻ രീതിയിൽ. അതായത് ഡിസോൾഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അല്ലെങ്കിൽ ഡിസോൾഡ് സോളിഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സൊല്യൂഷൻ ഫോമിലായിരിക്കും അത് കാണുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് ഓഫ് സീവേജ്. നെക്സ്റ്റ് ഇസ് ദ കെമിക്കൽ ക്യാരക്ടേഴ്സ്. ഇൻ saying about the chemical characters, the sewage contains both organic and inorganic chemicals. അതായത് കെമിക്കൽസിനെ കുറിച്ച് പറയുമ്പോഴത്തേന് ഓർഗാനിക് കെമിക്കൽസും ഉണ്ട്, ഇനോർഗാനിക് കെമിക്കൽസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ all the tests representing these organic and inorganic constituents come under the chemical characters. അതായത് നമ്മൾ ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് ക്യാരക്ടേഴ്സിൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന എല്ലാ ഫാക്ടേഴ്സും എന്തിനകത്ത് വരുന്നതാണ്? ഈ സീവേജിൻ്റെ കെമിക്കൽ ക്യാരക്ടേഴ്സിനകത്ത് വരുന്നതാണ്. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് BOD, COD, നൈട്രജൻ ടെസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഫോസ്ഫറസ്, ആൽക്കലിനിറ്റി. ഇതെല്ലാം എന്തിനകത്ത് വരുന്നതാണ്? കെമിക്കൽ ക്യാരക്ടേഴ്സിസ് ഓഫ് സീവേജിനകത്ത് വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മൈക്രോബയോളജിക്കൽ ക്യാരക്ടേഴ്സ് ഓഫ് സീവേജ്. അതായത് ബയോളജിക്കൽ ഞാൻ പറഞ്ഞിരുന്നു, അത് തന്നെയാണ് മൈക്രോബയോളജിക്കലിനകത്തും വരുന്നത്. നമ്മൾ ചില സമയത്ത് അതിനെ ബാക്ടീരിയോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്നും വിളിക്കാറുണ്ട്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് മെയിനായിട്ട് സാനിറ്ററി അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വേസ്റ്റസ് ഇൻഡസ്ട്രിയൽ വേസ്റ്റസ് ഒക്കെ വരുമ്പോഴത്തേന് the sewerage which contains a number of microorganisms. അതായത് യൂഷ്വലി എത്രത്തോളം സീവേജിലുണ്ടോ അല്ലെങ്കിൽ നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് എവിടെ കാണും, സീവേജ് സിസ്റ്റത്തിനകത്ത് കാണും. അതിനകത്ത് ബാക്ടീരിയാസ് ഉണ്ട്, വൈറസസ് ഉണ്ട്, പ്രോട്ടോസോവൻസ് ഉണ്ട്, ഫഞ്ചി ഉണ്ട്, പാരസൈറ്റ്സിനകത്ത് തന്നെ പ്രോട്ടോസോവൻസ് ഉണ്ട്, ഹെൽമിൻസ് ഉണ്ട്, നിമാറ്റോഡ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോബ്സ് ആർ ഇൻവോൾവ് ഇൻ ദ സെവറേജ് സിസ്റ്റം. ഓക്കെ, അപ്പം നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് നമ്പർ ഓഫ് ബാക്ടീരിയാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബാക്ടീരിയയുടെ കേസ് എടുക്കുവാണെങ്കിൽ 5 lakh അല്ലെങ്കിൽ 5 million അപ്പുറമാണ് എന്തിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ എന്തിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത്, ബാക്ടീരിയൽ കൗണ്ട് എന്ന് പറയുന്നത് സെവറേജ് സിസ്റ്റത്തിനകത്ത്. ഓക്കെ, ഇനി ഈ മൈക്രോ ഓർഗാനിസംസ് മെയിൻലി 2 രീതിയിലായിരിക്കാം നമ്മുടെ സിവേജ് സിസ്റ്റത്തിൽ എത്തുന്നത്. കോമൺ ആയിട്ട് പറയുവാണ്, അത് ഒന്ന് ഫ്രം ദ സോയിലായിരിക്കാം, അതേപോലെ തന്നെ ഫ്രം ദ സാനിറ്ററി വേസ്റ്റസ് ഇൻ ദ സിവേജിൽ നിന്നായിരിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഡ്രെയിനേജിൽ നിന്നുള്ള വെള്ളമൊക്കെ വരുമെന്ന് പറഞ്ഞില്ലേ. ഇനി these sources contain large microbial population as a living part of organic content. അതായത് ഞാൻ പറഞ്ഞു നമ്മുടെ സീവേജ് സിസ്റ്റത്തിനകത്ത് ഓർഗാനിക്കും ഉണ്ട്, ഇൻഓർഗാനിക് കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് കണ്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ ദ പ്രസൻസ് ഓഫ് ഓർഗാനിസംസ് ഈസ് ഓൾസോ ദർ. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സോഴ്സസിനകത്ത്, അതായത് സോയിൽ ആൻഡ് സാനിറ്ററി വേസ്റ്റസിനകത്ത് ഓർഗാനിക് കണ്ടൻസ് കാണാനുള്ള ചാൻസ് ഉണ്ട്, അതേപോലെ തന്നെ പ്രസൻസ് ഓഫ് ഓർഗാനിസംസ് ആർ ഓൾസോ ദർ. Okay, and their primary function is the decomposition of organic matters or materials under aerobic and anaerobic condition. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ കാണുന്ന ഓർഗാനിസത്തിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ ഡീഗ്രഡേഷനാണ്, ഈ ഓർഗാനിക് കമ്പൗണ്ട്സിൻ്റെ അല്ലെങ്കിൽ ഈ ഓർഗാനിക് മാറ്റേഴ്സിൻ്റെ ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ നമുക്ക് പറയാം. ദാറ്റ് മേ ബി ബൈ ദ യൂസ് ഓഫ് എയറോബിക് ഫാക്ടേഴ്സ് ഓർ അനേറോബിക് വൺസ്. അതായത് ഓർഗാനിസം തന്നെ എയറോബിക് രീതിയിൽ, അതായത് എയറോബിക് ഓർഗാനിസംസ് ഇൻവോൾവ് ആണ്, അനേറോബിക് ഓർഗാനിസംസ് ഇൻവോൾവ് ആണ്. ഇനി എയറോബ്സും അനേറോബ്സും മാത്രമല്ല, facultative aerobes and facultative anaerobes are also involved in these microorganisms. Okay, so these are the commonly founding microorganisms. അതിൽ മെയിൻ വൺ എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. ബാക്ടീരിയസിൽ കോമൺ ആയിട്ട് കാണുന്നതാണ് സാൽമല്ല ടൈഫിമ്യൂരിയം ഉണ്ട്, വിബ്രിയോ കോളറ, അതേപോലെ തന്നെ ക്ലോസ്ട്രീഡിയം ബോട്ട്ലിനം, ഇക്കോളൈ അതായത് എസേർഷ്യ കോളൈ പോലുള്ള ബാക്ടീരിയാസ് പ്രസൻ്റ് ആണ്. പിന്നുള്ളത് വൈറസസിനകത്ത് റോട്ടാ വൈറസ് അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് അല്ലെങ്കിൽ പോളിയോ വൈറസസ് പോലുള്ള ഓർഗാനിസംസ് പ്രസൻ്റ് ആണ്. നിമാറ്റോഡ്സിനകത്ത് ഷിസ്റ്റോസോംസ്, ഗുനിവർംസ്, ടേപ്വർംസ്, എസ്കാരിസ് പോലുള്ള ഓർഗാനിസംസ് പ്രസൻ്റ് ആണ്. പ്രോട്ടോസോവൻസിനകത്ത് കൂടുതലായിട്ടും വാട്ടിൽ കാണുന്നതാണ് ജിയാഡിയ ലാംബ്ലിയ, എൻഡാമിബ ഹിസ്റ്റോൾട്ടിക്ക, അതേപോലെ തന്നെ ക്രിപ്റ്റോസ്പെർട്ടിയം, പാർവം പോലുള്ള ഓർഗാനിസംസ്. ആൻഡ് നമ്പർ ഓഫ് ഫഞ്ചി, അതായത് ആൽഗി പോലത്തെ ഫഞ്ചി അല്ലെങ്കിൽ ആൽഗൽ ബ്ലൂംസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്പർ ഓഫ് ഫഞ്ചീസ് ആർ ഓൾസോ ഇൻവോൾവ് ഇൻ കേസ് ഓഫ് സീവേജ് സിസ്റ്റം. ഓക്കെ, അപ്പം ദീസ് ആർ ദ കോമൺ ടൈപ്സ് ഓഫ് ഓർഗാനിസംസ്. ഇത് മാത്രമല്ല, ഇതിൽ നമ്പർ ഓഫ് ഓർഗാനിസംസ് ആർ പ്രസൻറ്റ്. ഇനി സീവേജ് സിസ്റ്റത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന വേറൊരു ടേം, ഞാൻ നേരത്തെ പറഞ്ഞു കെമിക്കൽ ക്യാരക്ടേഴ്സിനകത്ത് BOD COD എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു തിങ് ആണ് എന്താ BOD എന്ന് പറയുന്നത്, അതായത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയും. സോ BOD എന്താണ്, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് യു മീൻ ബൈ BOD, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അതിൽ എന്താണ് BOD എന്ന് നോക്കാം. The amount of dissolved oxygen needed by the microorganisms for the aerobic breakdown of organic content present in the sewage or wastewater at a certain temperature over a specific time period. That means 5 days. അതായത് എന്താണ് BOD, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ്. അപ്പോൾ അവിടെ ഉണ്ട് ബയോളജിക്കലാണ്, ഓക്സിജൻ ഡിമാൻഡാണ് അല്ലേ. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്. അപ്പം അവിടെ ഞാൻ പറഞ്ഞു മൈക്രോ ഓർഗാനിസംസ് പ്രസൻ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. സോ ഇറ്റ്സ് എ എമൗണ്ട് ഓഫ് ഡിസോൾഡ് ഓക്സിജൻ. എന്തിൻ്റെ എമൗണ്ട് ആണ്, ഡിസോൾഡ് ഓക്സിജൻ്റെ എമൗണ്ട് ആണ്. എന്തിനു വേണ്ടിയാണ്, needed by the microorganisms for the aerobic breakdown of organic matter. അതായത് സീവേജ് സിസ്റ്റത്തിനകത്ത് ഓർഗാനിക് കണ്ടൻസ് ഉണ്ട്. ആ ഓർഗാനിക് കണ്ടൻസിനെ എയറോബിക്കലി ബ്രേക്ക് ഡൗൺ ചെയ്യാൻ. എയറോബിക്കലി ബ്രേക്ക് ഡൗൺ മീൻസ് ഓക്സിഡേഷൻ ഓഫ് ദ ഓർഗാനിക് മാറ്റർ. ഓക്കെ, അപ്പോൾ ഓർഗാനിക് മാറ്ററിൻ്റെ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഡികമ്പോസിഷൻ അല്ലെങ്കിൽ ഡീഗ്രഡേഷന് വേണ്ടി ഈ ഓർഗാനിസത്തിന് എത്രത്തോളം ഡിസോൾഡ് ഓക്സിജനെ വേണോ, ആൻഡ് ദാറ്റ് എമൗണ്ട് ഈസ് നോൺ ആസ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഒരു പർട്ടിക്കുലർ സർട്ടൺ ടെമ്പറേച്ചർ നമ്മൾ 20 ഡിഗ്രി സെൽഷ്യസ് ആണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ സ്പെസിഫിക് ടൈം പീരീഡ് ഉണ്ട്, 5 days ആണ് നോക്കുന്നത്. അപ്പോൾ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡിൻ്റെ ടൈം പീരീഡ് എത്രയാണ്, 5 days ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പോൾ BOD ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു BOD കമ്പാരിസൺ അല്ലെങ്കിൽ നമ്മൾ അതിനെ ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ്
ഡേയിൽ നോക്കും, അതേപോലെ തന്നെ 5th ഡേയിലുള്ള BOD ലെവൽ നോക്കിയാണ് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കണ്ടുപിടിക്കുന്നത്. ഇനിയും ഈ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് മെയിൻലി ഡിപ്പെൻഡ് അപ്പോൺ ദ ടെമ്പറേച്ചർ. വൺ ഈസ് എന്താണ്, ടെമ്പറേച്ചർ ആണ് വൺ ഫാക്ടർ എന്ന് പറയുന്നത്. ആൻഡ് അതർ ഈസ് ദ ന്യൂട്രിയൻ കോൺസെൻട്രേഷൻ. ന്യൂട്രിയൻ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ പറഞ്ഞിരുന്നു അവിടെ ഓർഗാനിക് കണ്ടൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ എത്രത്തോളം ഓർഗാനിക് മാറ്റർ ഉണ്ടോ അതിനനുസരിച്ച് എന്തായാലും ഓർഗാനിസം അതിനെ ഡീഗ്രേഡ് ചെയ്യണം. അപ്പം ആ ഓർഗാനിസത്തിന് എത്രത്തോളം ഓക്സിജനെ യൂസ് ചെയ്തിട്ട് ഡിസോൾഡ് ഓക്സിജനെ യൂസ് ചെയ്തിട്ട് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുമോ, അതാണ് എന്തെന്ന് പറയുന്നത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ടെമ്പറേച്ചർ ഉണ്ട്, ന്യൂട്രിയൻ കോൺസെൻട്രേഷൻ പറഞ്ഞു അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവൈലബിലിറ്റി ഓഫ് എൻസൈംസ് ഇൻ ഇൻഡിജിനസ് മൈക്രോബിയൽ പോപ്പുലേഷൻ. അതായത് ഇൻഡിജിനസ് മൈക്രോബിയൽ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ദ ഓർഗാനിസം പ്രസൻറ്റ് അല്ലേ. അവിടെ കാണുന്ന ഓർഗാനിസംസ് ആണ് എന്ത്, ഇൻഡിജിനസ് മൈക്രോബിയൽ പോപ്പുലേഷൻ. സോ ഇതിനെ ഡിഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യണം. ചുമ്മാ അത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുമോ, ഇല്ല. ദേ നീഡ് സം ഹെൽപ്പ് അല്ലേ. അതെങ്ങനെയാണ് നടക്കുന്നത്, ബൈ ദ ഹെൽപ്പ് ഓഫ് എൻസൈംസ് അല്ലേ. അതിൻ്റെ മെറ്റബോളിക് പ്രോസസ്സ് അവിടെ നടക്കണം. മെറ്റബോളിസം നടക്കുന്നത് എങ്ങനെയാണ്, ബൈ ദ പ്രസൻസ് ഓഫ് എൻസൈംസ്. സോ അവൈലബിലിറ്റി ഓഫ് എൻസൈംസിൻ്റെ ബേസിസിലും എന്ത് നടക്കണം, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് നടക്കത്തുള്ളൂ. കാരണം ഓർഗാനിസത്തിന് എൻസൈംസ് ഇല്ലെങ്കിൽ എന്ത് നടക്കാൻ പറ്റില്ല, നമ്മുടെ മെറ്റബോളിക് പ്രോസസ്സ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ നടക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡിനെ കുറിച്ചാണ് പറഞ്ഞത്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, എമൗണ്ട് ഓഫ് ഡിസോൾഡ് ഓക്സിജൻ ആണ്. എന്തിനു വേണ്ടിയാണ്, നീഡഡ് ഫോർ ദ മൈക്രോ ഓർഗാനിസംസ് ഫോർ ദ എയറോബിക് ബ്രേക്ക് ഡൗൺ ഓഫ് ഓർഗാനിക് കണ്ടൻസ്. ആൻഡ് അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എത്ര നോക്കുക, 5 days ആണ്. അതിന് വേണ്ടുന്ന ഫാക്ടേഴ്സ് ഇത്രയുമാണ്. ഓക്കെ, ഇനി ഈ BOD കുറിച്ച് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേറൊരു കാര്യമാണ്, നമ്മുടെ വേസ്റ്റ് വാട്ടറിൻ്റെ സ്ട്രെങ്തിനെ നമുക്ക് എന്തിൻ്റെ ബേസിസിൽ അളക്കാൻ പറ്റും, BODയുടെ ലെവലിൽ അളക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കെമിക്കൽ ക്യാരക്ടറൈസേഷനകത്ത് നമ്മൾ BOD ചെക്ക് ചെയ്യും, COD ചെക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ദ സ്ട്രെങ്ത് ഓഫ് ദ വേസ്റ്റ് വാട്ടർ ഈസ് സ്റ്റേറ്റഡ് ഇൻ ടേംസ് ഓഫ് BOD ലെവൽ. അപ്പോൾ BOD ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാട്ടറിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളമാണ്, അതായത് വേസ്റ്റ് വാട്ടറിൻ്റെ കണ്ടൻസ് അല്ലെങ്കിൽ എത്രത്തോളം കണ്ടാമിനേഷൻ ഉണ്ട്, എത്രത്തോളം അത് പോർട്ടബിൾ ആണ് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. ഇനി ഈ BOD ലെവൽ ഹൈ ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ദ ഹൈ വാല്യൂ മീൻസ് ദാറ്റ് എ ഹൈ ലെവൽ ഓഫ് ഓർഗാനിക് കണ്ടന്റ് ഈസ് പ്രസൻറ്റ്. BOD ലെവൽ ഹൈ ആകുക എന്ന് പറഞ്ഞാൽ അർത്ഥം അവിടെ ഓർഗാനിക് മാറ്റർ എന്താണ്, ഹൈ ആണ്. വെറാസ് ദ ലോ വാല്യൂ മീൻസ് എന്താണ്, ദാറ്റ് ദ ലിറ്റിൽ ഓക്സിഡൈസബിൾ കണ്ടന്റ് ഈസ് പ്രസൻറ്റ്. അതായത് അവിടെ ഓക്സിഡൈസബിൾ കണ്ടന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓർഗാനിക് മാറ്ററിൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ ഓർഗാനിക് മാറ്ററിൻ്റെ കണ്ടന്റ് കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമുക്ക് BOD കൺസ്യൂമബിൾ ആണോ അല്ലെങ്കിൽ പോർട്ടബിൾ ആണോ, അല്ല. ഇനി BOD വാല്യൂ ഇസ് എക്സ്പ്രസ്ഡ് ഇൻ പാർട്സ് പെർ മില്യൺ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു നമുക്ക് ഇതിൻ്റെ സ്ട്രെങ്തിനെ ബേസ് ചെയ്തിട്ട് ഹൈ എന്നും മീഡിയം എന്നും ഒക്കെ പറഞ്ഞില്ലേ. അത് നമ്മൾ ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഒന്നുകൂടെ കാണിക്കാം. ഹൈ സ്ട്രെങ്ത്, മീഡിയം സ്ട്രെങ്ത് ആൻഡ് വീക്ക് സ്ട്രെങ്ത് പറഞ്ഞു നോക്കിക്കേ. 500 ppm എന്നാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തത് അല്ലേ. അപ്പം ഈ ppm എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ്, BODയുടെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വാട്ടർ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറിനെ നമുക്ക് അതിൻ്റെ സ്ട്രെങ്തിനെ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് BOD വാല്യൂവിനെ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റാണ് പറഞ്ഞത് എന്താണ്, പാർട്സ് പെർ മില്യൺ, ppm. Okay, അപ്പം BOD is expressed in terms of parts per million of oxygen consumed by the sewage sample. And the BOD can be used as a measure of the effectiveness of wastewater treatment plants. അപ്പോൾ സീവേജ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഒരു വാട്ടറിനെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ BOD ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാൻ പറ്റും, അത് കൺസ്യൂമർ ആണോ പോർട്ടബിൾ ആണോ എന്ന് പറ്റും. അതേപോലെ തന്നെ ഈ BOD ലെവൽ നമുക്ക് എന്തിൻ്റെ ചെക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം, ഒരു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്, വേസ്റ്റ് വാട്ടറിനെ ട്രീറ്റ് ചെയ്ത് വെളിയിലേക്ക് കളയുന്ന അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലി എഫക്റ്റീവ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ അവിടുന്ന് സാമ്പിളിനെ കളക്ട് ചെയ്ത് BOD ലെവൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അത് എഫക്റ്റീവായിട്ടാണോ ആ ട്രീറ്റ്മെൻറ്റ് നടന്നത് എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ BOD. അപ്പോൾ BOD സീവേജ് വരുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് BODയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. പിന്നുള്ളതാണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഈ BOD പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. ഇറ്റ്സ് എ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു ഓക്സിഡൈസ് ഓർഗാനിക് മാറ്റർ. അത്രയും വരെയും നമുക്ക് സെയിം ആസ് ദാറ്റ് ഓഫ് ദ BOD ആണ്. പക്ഷേ ഡിഫറൻസ് വരുന്നത് എന്താണ്, matter chemically by using a strong chemical oxidizing agent.
അതായത് ഇവിടെ ചെയ്യുന്ന ആരാണ്? ഓർഗാനിസംസ് ആണോ? അല്ല. ഒരു സ്ട്രോങ് കെമിക്കൽ ഓക്സിഡൈസിങ് ഏജൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടുത്തെ ഓക്സിഡേഷൻ പ്രോസസ്സ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, അതാണ് ഇവിടുത്തെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിയോടെയും സിയോടെയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. സോ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടേമാണ്. അപ്പം സീവേജ് എന്താണെന്ന് പറഞ്ഞു. സീവേജിനകത്തിലെ മെയിനായിട്ടുള്ള ടോപ്പിക്കാണ് എന്താ? അതിൻ്റെ ഫിസിക്കൽ ക്യാരക്ടേഴ്സ്, ബയോളജിക്കൽ ക്യാരക്ടേഴ്സ്, അതേപോലെ തന്നെ കെമിക്കൽ ക്യാരക്ടേഴ്സ് എന്നുള്ളത്. അതിലെ ഫിസിക്കൽ ഫാക്ടേഴ്സിനകത്ത് വരുന്ന എന്തൊക്കെയാണ്? അതിൻ്റെ ഓർഡർ, കളർ, ടെമ്പറേച്ചർ എന്ന് പറയുന്നതെല്ലാം എന്തിനകത്ത് വരുന്നതാണ്? ഫിസിക്കൽ ക്യാരക്ടേഴ്സിനകത്ത് വരുന്നതാണ്. കെമിക്കലിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് മാറ്റേഴ്സ് എല്ലാം തന്നെ എന്തിനകത്ത് വരുന്നതാണ്? കെമിക്കൽ ക്യാരക്ടറൈസേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ബയോളജിക്കൽ ക്യാരക്ടേഴ്സിനകത്ത് വരുന്നതാണ് മെയിനായിട്ട് നമ്മുടെ മൈക്രോബിയൽ കണ്ടൻസ് എന്ന് പറഞ്ഞാൽ, അതായത് ബാക്ടീരിയ, വൈറസസ്, ഫഞ്ചി, പ്രോട്ടോസോവ, ഇതിൻ്റെ എല്ലാം ഇൻവോൾവ്മെൻ്റ് ആണ് എന്തിനകത്ത് വരുന്നത്? മൈക്രോബിയൽ ക്യാരക്ടറൈസേഷനകത്ത് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ബിയോഡി അവിടെയും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, കാരണം ഓർഗാനിസത്തിൻ്റെ ആക്ടിവിറ്റി അവിടെ ഉള്ളത് കൊണ്ട്. ഇനി ഈ സീവേജ് സിസ്റ്റവും അതിനകത്തിലെ ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ളൊരു സീവേജ് പുറന്തള്ളുന്നത് ശരിയാണോ തെറ്റാണോ? തീർച്ചയായിട്ടും തെറ്റാണ്. കാരണം നമ്മുടെ എൻവയോൺമെൻറ്റിന് അത് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? പൊല്യൂഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പം മെയിനായിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം, ഇല്ലേ? ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ എഫക്റ്റീവ്നെസ് നമ്മൾ ബിയോഡി ലെവൽ നോക്കിയാൽ മതിയെന്ന് പറഞ്ഞില്ലേ? അപ്പം മെയിനായിട്ട് നമ്മൾ ഈ സീവേജ് സിസ്റ്റത്തിനെ എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പർപ്പസ് ഓഫ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പം മെയിൻലി ഇറ്റ് ഈസ് ഫോർ ദ എലിമിനേഷൻ ഓഫ് പൊട്ടൻഷ്യൽ പതോജൻസ് ആൻഡ് ടോക്സിൻസ്. ഇപ്പോൾ സീവേജ് സിസ്റ്റമാണ്, ഒരുപാട് ഓർഗാനിസംസ് ഇൻവോൾവ് ആയിരിക്കും, ഒരുപാട് പൊല്യൂട്ടൻസ്, ദാറ്റ് മേ ബി ടോക്സിക് വൺ ഓൾസോ. അപ്പം ഹെവി മെറ്റൽസ് പോലെ ടോക്സിക് കോമ്പൗണ്ട്സ്, റേഡിയോ ആക്റ്റീവ് പൊല്യൂട്ടൻ ഞാൻ പറഞ്ഞു, സോഴ്സിനെ ബേസ് ചെയ്ത് അതെല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം പൊട്ടൻഷ്യൽ പതോജൻസിനെയും ടോക്സിനെയും എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രീറ്റ് ചെയ്യണം. പിന്നെ എന്തിനു വേണ്ടിയാണ്? ടു ഡിക്രീസ് ദ ന്യൂട്രിയൻ കണ്ടന്റ്. ന്യൂട്രിയൻ കണ്ടന്റ് കുറയ്ക്കണം. ന്യൂട്രിയൻ കണ്ടന്റ് കുറയ്ക്കുന്ന എന്തിനു വേണ്ടിയാണ്? ന്യൂട്രിയൻ കണ്ടൻസ് കുറച്ചാൽ മാത്രമേ അവിടുത്തെ മൈക്രോബിയൽ ഗ്രോത്തിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നുള്ളത് എന്താണ്? അവിടുത്തെ ഓർഡർ ആൻഡ് കെമിക്കൽ കണ്ടാമിനൻസ് കുറയ്ക്കണം. പിന്നുള്ളത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കുറയ്ക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കുറച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു പോർട്ടബിൾ വാട്ടറായിട്ട് അതിനെ കിട്ടത്തുള്ളൂ. സോ ദിസ് ഇസ് ദ പർപ്പസ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സീവേജ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഓവർവ്യൂ. സോ ഇൻ ദിസ് സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീവേജ് ട്രീറ്റ്മെൻറ്റ് ഓവർവ്യൂ ആണ്. അതായത് നിങ്ങൾക്കൊരു ബ്രീഫ് ഐഡിയ തരിക എന്നുള്ളതാണ് ഈ ഒരു സെക്ഷൻ്റെ ഉദ്ദേശം. അപ്പം ബ്രീഫ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ്, എന്തൊക്കെയാണ് അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, സീവേജ് എന്താണെന്ന് മനസ്സിലായി, അതിൻ്റെ ഫിസിക്കൽ ക്യാരക്ടേഴ്സ്, കെമിക്കൽ ക്യാരക്ടേഴ്സ്, ബയോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്താണെന്ന് മനസ്സിലായി, അല്ലേ? ഇനി നമുക്ക് സീവേജ് ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഓവർവ്യൂ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. So, the disposal of sewage without adequate treatment may have objectionable situations. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? ട്രീറ്റ്മെൻറ്റ് കൂടാതെ സീവേജ് വെളിയിൽ പുറത്ത് വിടുക എന്നുള്ളത് വളരെയധികം ദോഷകരമായ ഒരു കാര്യമാണ്. So, the sewage of a city is collected by a sewer systems that carry the sewage to location for treatment and disposal. അതായത് നമ്മൾ ഈ സീവേജ് ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഓരോ സിറ്റീസിലെ അല്ലെങ്കിൽ ഓരോ ടൗൺസിലെ സീവേജ് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് കളക്ട് ചെയ്യണം. സോ ഇറ്റ് ഈസ് കളക്റ്റഡ് ബൈ സീവർ സിസ്റ്റം. സീവർ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ കളക്ട് ചെയ്യുന്നത്. ആൻഡ് ആ ഒരു സീവേജ് സിസ്റ്റം വഴിയാണ് എവിടേക്കാണോ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ആ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്പോസലിലേക്ക് അതിനെ ലീഡ് ചെയ്യുന്നത്. സോ മെയിൻലി 3 types of sewer systems are there. One is sanitary sewers. That is transport domestic and industrial sewage. അതായത് ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സീവേജസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സീവർ സിസ്റ്റം ആണ് എന്ത്? സാനിറ്ററി സീവേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ദ സ്റ്റോം സീവേഴ്സ്. സ്റ്റോം സീവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് മേ ക്യാരി സർഫസ് ആൻഡ് ഡ്രെയിൻ വാട്ടർ. അതായത് സർഫസിൽ ഇറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ സർഫസ് ഡ്രെയിൻ വാട്ടേഴ്സിനെ ക്യാരി ചെയ്യുന്ന സീവർ സിസ്റ്റമാണ് എന്ത്? സ്റ്റോം സീവേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ പാർക്കിംഗ് ഏരിയാസിലൊക്കെയുള്ള റെയിൻ വാട്ടർ സിസ്റ്റം നമുക്കറിയാം, അത് ഫ്ലോ ചെയ്ത് താഴോട്ടല്ലേ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സീവർ സിസ്റ്റമാണ് എന്ത്? സ്റ്റോം സീവേഴ്സ് എന്ന് പറഞ്ഞത്. പിന്നെ ഉള്ളത് കമ്പൈൻഡ് സീവേഴ്സ് ആണ്. അതായത് ഇതിനെ രണ്ടിനെയും കൂടെ ബോത്ത് സാനിറ്ററി ആൻഡ് സ്റ്റോം സീവേഴ്സിനെ കൂടെ ക്യാരി ചെയ്യുന്നതാണ് എന്ത്? കമ്പൈൻഡ് സീവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ കളക്ട് ചെയ്യുന്ന സീവറേജിനെ അല്ലെങ്കിൽ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന സീവേഴ്സിനെ നമുക്ക് പല ടൈപ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് ഡിസ്പോസിബിൾ ഓഫ് സീവേജിനെ നമ്മൾ കളക്ട് ചെയ്യുന്നതിന് ഒരു സീവർ സിസ്റ്റം ഉണ്ട്. ഈ സീവർ സിസ്റ്റം വഴിയാണ് നമ്മൾ എന്തിലേക്ക് കൊണ്ടുവന്നത്? ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് പോകുന്നത്. അതിലെ സീവർ സിസ്റ്റത്തിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്താണ്?
സാനിറ്ററി സീവേഴ്സ് എന്ന് പറഞ്ഞു. സാനിറ്ററി സീവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഹൗസിൽ നിന്നുള്ള ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് അല്ലേ, അതിനെ ഡയറക്ട്ലി ക്യാരി ചെയ്യുന്നതാണ് എന്ത്, സാനിറ്ററി സീവേഴ്സ് എന്ന് പറഞ്ഞാൽ. സോ അവിടെ നിന്നുള്ള സീവേജ് സിസ്റ്റം ഡയറക്ട്ലി അങ്ങോട്ടേ ആ വഴിയായിരിക്കും ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് പോകുന്നത്. പിന്നെ പറഞ്ഞാൽ എന്താണ്, സ്റ്റോം സീവേഴ്സ്. സ്റ്റോം സീവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെയിൻഫോൾസിൽ നിന്നുള്ളത് ഓക്കെ വരുന്നതാണ് സ്റ്റോം സീവേഴ്സ്, അല്ലെങ്കിൽ സർഫസ് വാട്ടേഴ്സ് വരുന്നതാണ് എന്ത്, സ്റ്റോം സീവേഴ്സ് എന്ന് പറയുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഇങ്ങനെയാണ് പോകുന്നത്. ഇനി കമ്പൈൻഡ് സീവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, സോ ദിസ് ഈസ് എന്താണ്, സാനിറ്ററി എന്ന് പറഞ്ഞു, ഇത് സ്റ്റോം സീവേഴ്സ് ആണ്. ഇനി കമ്പൈൻഡ് എന്ന് പറയുമ്പം ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിലേക്ക് വിടുന്നതാണ് എന്ത്, കമ്പൈൻഡ് എന്ന് പറയുന്നത്. അതായത് ഈ സ്റ്റോമിൽ നിന്നും സാനിറ്ററിയിൽ നിന്നും വരുന്നത് ഒരുമിച്ച് പോകുന്നതാണ് എന്ത്, കമ്പൈൻഡ് സീവേഴ്സ്. ഒരുമിച്ച് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്, കമ്പൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്ദേശം മനസ്സിലായി കാണുമല്ലോ. സ്റ്റോം സീവേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കത്തില്ല, സാനിറ്ററി സീവേഴ്സ് എപ്പോഴും എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. പക്ഷേ സ്റ്റോം സീവേഴ്സ് എപ്പം മാത്രം മതി, സർഫസ് വാട്ടർ ഉള്ളപ്പം മാത്രം അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുള്ളൂ, കളക്ട് ചെയ്യത്തുള്ളൂ വാട്ടറിനെ. ഓക്കെ.